UAE പ്രധാന വിമാനത്താവളങ്ങളെല്ലാം ഇന്നു മുതൽ ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡറുടെ ഉപദേശകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിലക്ക് ലംഘിക്കുന്ന ഏത് കപ്പലും ആക്രമിക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. എന്നാൽ കടലിടുക്ക് ഇറാൻ അടച്ചിട്ടില്ലെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാന്റെ 2 പോർ വിമാനങ്ങൾ ഖത്തർ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി BK സുഹൈൽ തുടരുന്നുണ്ട്. സുഹൈൽ, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടു എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇറാൻ കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് അമേരിക്കയും പറയുന്നുണ്ട്. അതിൽ എന്താണ് വസ്തുത? ഇതിലിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടുള്ള ഒരു വാർ സ്ട്രാറ്റജി തന്നെയാണോ ഇറാൻ പിന്തുടരുന്നത്? ദിവ്യ, ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൂർണ്ണമായും അടക്കുക എന്ന് പറയുന്നത് അത് 33 കിലോമീറ്ററുകൾ നീളമുള്ള വീതിയുള്ള ഒരു കപ്പൽ പാതയാണ്, കപ്പൽ ചാലാണ്. അത് പൂർണ്ണമായി അടക്കുക എന്നുള്ളത് സാങ്കേതികമായ ഒരു സംഭവം മാത്രമാണ്. അത് പൂർണ്ണമായി അടച്ചിടാനൊന്നും ആർക്കും കഴിയില്ല. അതിനുള്ള സന്നാഹങ്ങൾ ആർക്കും ഉണ്ടാവില്ല. ആ വഴി പോകരുത് എന്ന ഭീഷണിയും മുന്നറിയിപ്പും ഉപരോധവും അതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ ചെയ്യുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നു അതിലൂടെ പോകുന്ന ഏത് കപ്പലുകളും അപകടം നേരിടും എന്നുള്ള ഒരു ഭീഷണി നേരിടുന്നു. അതുമാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് വേണമെങ്കിൽ അത് അടച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം അമേരിക്കയ്ക്ക്. അതുവഴി കടന്നു വന്നോളൂ എന്ന് പറയാം. പക്ഷേ അതിൻ്റെ റിസ്ക് അത് വരുന്ന ആളുകൾക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ആ വഴി തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ കപ്പൽ കമ്പനികളൊന്നും തയ്യാറാവാത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. എണ്ണവില കുതിച്ചുയരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ലോക എണ്ണ വ്യാപാരത്തിൻ്റെ ഏകദേശം 20% അതുവഴിയാണ് ഇതുവരെ ക്രൂഡ് ഓയിൽ ചരക്ക് നീക്കം നടന്നിരുന്നത്. അത് ഇനി നിലയ്ക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ പല കമ്പനികളും അതുവഴി പോയിരുന്നില്ല. പ്രത്യേകിച്ചും അതുവഴി പോയാൽ ഇപ്പോൾ ഇൻഷുറൻസ് അടക്കം ലഭിക്കില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴി ആരും തന്നെ ഇപ്പോൾ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. UAEക്കും അതേപോലെ തന്നെ ഖത്തറിനും എല്ലാം വലിയ തിരിച്ചടി കൂടിയാണ് അത്. കാരണം അവർക്കെല്ലാം അവരുടെ ചരക്ക് നീക്കം നടത്താനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഒമാൻ ഗൾഫ് വഴി യൂറോപ്പിലേക്കും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും എല്ലാം ഈ ചരക്ക് നീക്കം നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കപ്പൽ പാതയാണ് ഈ ഒരു ഹോർമുസ് കടലിടുക്ക് നിൽക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ആ വഴി നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് അമേരിക്ക പറഞ്ഞാൽ പക്ഷേ അമേരിക്ക അതിന് സുരക്ഷിതത്വം ഒരുക്കില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ കമ്പനികൾ അതിന് തയ്യാറാവുകയുമില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി യൂറോപ്പിൽ ഗ്യാസ് വില 50% ഉയർന്നു കഴിഞ്ഞു. ഖത്തർ അവരുടെ LNG പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ ഇന്നലെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലടക്കം എണ്ണവില കൂടുമോ എന്നുള്ള വലിയ ആശങ്ക ശക്തമാവുകയാണ്. കാരണം നമ്മൾ റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങിയത് കൊണ്ടാണ് എണ്ണവിലയിൽ ഇങ്ങനെ വലിയ മാറ്റങ്ങളില്ലാതെ കുറേ കാലമായി ഇങ്ങനെ തുടരുന്നത്. നമ്മൾ ഇപ്പോൾ വിൽക്കുന്നതിനേക്കാൾ എത്രയോ ചീപ്പായ റേറ്റിനാണ് യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലയ്ക്ക് കുറേ സമയമായി ഈ ഇന്ത്യൻ കമ്പനികൾക്ക് നമുക്ക് എണ്ണ തരാൻ സാധിക്കും. പക്ഷേ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചയുടെ ഭാഗമായി, വ്യാപാര കരാറിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപുമായി കരാർ ഒപ്പിടണമെങ്കിൽ അത് നമ്മൾ നിർത്തിവെക്കേണ്ടി വരും. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന മേഖല എന്ന് പറയുന്നത് ഈ ഗൾഫ് മേഖല തന്നെയാണ്. അവിടെ നിന്നുമുള്ള എണ്ണ വരുന്നത് കുറഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതം ഇന്ത്യക്കും ഉണ്ടാകും. അത് ഇപ്പോൾ എല്ലാ വ്യാപാര രംഗത്തും അത് പ്രകടമായി തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ഘട്ടത്തിൽ കൂടിയാണ്, അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ അമേരിക്ക അവരുടെ എല്ലാ പൗരന്മാർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സുഹേൽ, നോക്കൂ, ഇവിടെ ഇറാൻ ഈ ഗൾഫ് മേഖലകളെ ആക്രമിക്കുമ്പോൾ ആദ്യം അവരുടെ ന്യായീകരണം എന്ന് പറയുന്നത് ഈ US സൈനിക താവളങ്ങളുള്ള ഇടങ്ങളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു മറുപടി എന്ന രീതിയിലാണ് അവിടങ്ങളിൽ ആക്രമണം നടത്തുന്നതെന്നായിരുന്നു. പക്ഷേ നോക്കൂ, ഇതല്ലാത്ത ഇടങ്ങളിൽ കൂടി ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഒമാനിൽ ഉൾപ്പെടെ വ്യാപകമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. സോ എന്താണ് ഇറാൻ അതിലൂടെ ലക്ഷ്യമിടുന്നത്? ഇറാൻ ഒരേ ലക്ഷ്യമുള്ളൂ, അത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. ആ സമ്മർദ്ദം അവർ US-നും ഇസ്രായേലിനും കൈമാറും. അങ്ങനെ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ്.